നമസ്കാരം. എല്ലാവരും സുഖമായിട്ടും സേഫായിട്ട് ഇരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടൈറ്റിലിൽ നിന്ന് കണ്ട പോലെ തന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയട്ടെ, ഇതിൽ ഞാൻ എല്ലാം ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഒരു ഫുൾ ഡേ വ്ളോഗായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. പലതും എടുക്കുമ്പോൾ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ മോളും ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ പഴയ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസ് കണ്ടിട്ടാണ് പലരും എപ്പോഴും റിക്വസ്റ്റ് ചെയ്യുന്നത് ഇനിയും ചെയ്യണമെന്ന്. പക്ഷേ അതുപോലെ എടുക്കാനായിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ പറ്റുന്നില്ല. ഞാനും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ഈ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ പറയണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ ഒരു ക്വാറൻറ്റൈൻ ഡേ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. അപ്പോൾ രാവിലെ എണീറ്റ് മോളെയും കൊണ്ട് പുറത്ത് വന്ന് നിൽക്കുകയാണ്. എൻ്റെ വീട് ഇതുപോലെ റോഡ് സൈഡാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ പോകുന്നത് മോൾക്ക് കാണാൻ വലിയ ഇഷ്ടമാണ്. ഇപ്പോൾ വലിയ ബോറാണ് ആൾക്ക്, കാരണം വണ്ടിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വലിയ ബോറാണ്. പക്ഷെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കാനായിട്ട് വലിയ ഇഷ്ടമാണ്. അപ്പോൾ രാവിലെ ഉള്ളപ്പോൾ ഒരു 6 മണിക്കൊക്കെയാണ് എണീറ്റത്. അത് എല്ലാ ദിവസവും ഇങ്ങനെ മാറിയും തിരിഞ്ഞുമൊക്കെ ഇരിക്കും. രാത്രി ഉറങ്ങുന്ന പോലെ ഇരിക്കും. മിക്കവാറും ദിവസങ്ങളിൽ രാത്രി 2 മണിക്കൊക്കെയാണ് ഉറങ്ങുന്നത്. അപ്പോൾ അതുപോലെ എണീക്കാനും ലേറ്റാവും. ഈ ഒരു ടൈമിനൊക്കെ എണീറ്റ് കഴിഞ്ഞാലും കുറച്ചൊക്കെ കളിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങും. അപ്പോൾ ഞാനും കൂടെ കിടന്നുറങ്ങാറുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഒരു റുട്ടീൻ. അവളുടെ കാര്യം നോക്കിയിട്ട് അവളുടെ ടൈമിങ്ങിലാണ് വീട്ടിലുള്ള എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഈ ഒരു ഉറക്കം, രണ്ടാമത്തെ ഉറക്കം കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി കുളിപ്പിക്കലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിപ്പോൾ അമ്മയാണ് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നത്. ഈ ഒരു ബേബി ഓയിലിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാമെന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കൂ, ഞാൻ ഐക്കാർട്ടിൽ കൊടുക്കാം. അപ്പോൾ ആൾക്ക് കുളിക്കാനൊക്കെ വലിയ ഇഷ്ടമാണ്. പിണക്കമൊന്നുമില്ല. കുളിച്ച് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് സമയം രാവിലെ കിടന്ന് ഉറങ്ങും. അപ്പോൾ ആ ഒരു ടൈമിലാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഡൈപ്പർ പോലെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇപ്പോൾ പലതും പല സ്ഥലങ്ങളിലും കിട്ടാനില്ല. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിനൊക്കെ വാങ്ങി വയ്ക്കുക. എൻ്റെ സെറ്റഫിലിൻ്റെ ക്ലെൻസർ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ പുതിയൊരു പ്രോഡക്റ്റാണ് ട്രൈ ചെയ്യുന്നത്. അത് റിവ്യൂ പറയാനും വേണ്ടിയിട്ടായിട്ടില്ല. എന്തായാലും ഞാൻ കുറച്ചുകൂടി യൂസ് ചെയ്തതിന് ശേഷം പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്നവർ മാത്രമല്ല, വീട്ടിനുള്ളിലിരിക്കുന്നവരും ഹാൻഡ് വാഷ് ചെയ്യുക എന്ന് പറയുന്ന ഒരു റുട്ടീനാക്കി എടുക്കുക. അതും സോപ്പ് വെച്ചിട്ട് തന്നെ ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഒരു ഈസി റെസിപ്പിയും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് എൻ്റെ റെസിപ്പിയൊന്നുമല്ല ആക്ച്വലി. ഒരു കേക്കാണ് കേട്ടോ. ഓറിയോ ബിസ്ക്കറ്റ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇവിടെ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം. ഇത് ആക്ച്വലി എനിക്ക് റെസിപ്പി കിട്ടിയത് നമ്മുടെ ആക്ടർ നീരജ് മാധവ് ഇല്ലേ, പുള്ളിയുടെ വൈഫ് ഇൻസ്റ്റാഗ്രാം പേജിൽ ഷെയർ ചെയ്തൊരു റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ സിസ്റ്ററാണ് എനിക്കിങ്ങനെ വന്ന് പറഞ്ഞത് നല്ല ഈസിയാണ്, നമുക്ക് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ 4 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. ബിസ്ക്കറ്റ് മാത്രം വാങ്ങിയാൽ മതിയായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പോൾ എന്തായാലും ചെയ്തു നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ബേക്കറി ഒന്നും ഇല്ലല്ലോ, അപ്പോൾ പുറത്തുനിന്നൊന്നും അങ്ങനെ ഒന്നും വാങ്ങി കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ട് വന്നു. നല്ല പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കണം എന്നല്ല കേട്ടോ, നിങ്ങൾക്ക് എപ്പോഴേലും ഈ ബിസ്ക്കറ്റ് കിട്ടുന്ന സമയത്ത് ചെയ്ത് നോക്കുക. കാരണം അത്രയും ഈസിയാണ്, അത്രയും ടേസ്റ്റിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഈ ഒരു ടൈമിൽ ഒരുപാട് കുക്കിംഗ് എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഫുഡ് വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. ഫുഡ് വേസ്റ്റ് ചെയ്യാൻ പാടില്ല, അത് ശരി തന്നെയാണ്. അത് ഇപ്പോഴല്ല എപ്പോഴാണേലും ചെയ്യരുത്. പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം പുറത്തുനിന്നൊന്നും കഴിക്കാനായിട്ട് നമുക്ക് ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണല്ലോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ എന്തായാലും ഒന്നും കഴിക്കാണ്ടിരിക്കാനായിട്ട് പറ്റില്ല. അവർക്ക് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്സൊക്കെ വേണ്ടേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ കുക്കിങ്ങിലൊക്കെ വീട്ടിലുള്ള കുട്ടികളെയും കൂടിയൊക്കെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യിക്കുക. ഇത് കൂടുതലും എൻ്റെ സിസ്റ്റർ തന്നെയാണ് ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ അവളെ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരുന്നു കേക്ക്. അപ്പോൾ ഞാനിതിൽ ജസ്റ്റൊരു വാനില ഐസ്ക്രീമും കൂടി അതിൻ്റെ കൂടെ ലെയർ ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിച്ചത്. ചോക്ലേറ്റ് കേക്കും വാനില ഐസ്ക്രീമും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ അത് ഇല്ലെങ്കിലും വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ എല്ലാം കൊടുക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ. ഇതിപ്പോൾ വീട്ടിൻ്റെ മുകളിൽ ടെറസിലെ കാഴ്ചകളൊക്കെയാണ്. ഞാൻ പറഞ്ഞ പോലെ റോഡ് സൈഡിലാണ് വീട്. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് കാണിക്കാനായിട്ടൊന്നുമില്ല. ഒരുപാട് വ്ളോഗേഴ്സൊക്കെ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോസ് ചെയ്യുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെയൊക്കെ ആ ഒരു നാട്ടുമ്പുറവും പുഴയും വയലും ഒക്കെ കാണിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എനിക്കിവിടെ കാണിക്കാനായിട്ടൊന്നുമില്ല. എന്തായാലും ഉള്ളത് കുറച്ച് കാര്യങ്ങൾ. ഇത് ഓറഞ്ചാണ് കേട്ടോ, നാരങ്ങയല്ല. കാണുമ്പോൾ നാരങ്ങ പോലെ ഇരിക്കും, ഓറഞ്ചാണ്. ഈ ഒരു സൈസ് ഇത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഉള്ള സ്ഥലത്ത് ചെറിയ ചെറിയ കൃഷിയൊക്കെ ഉണ്ട്. ഇതിന് മുന്നേ ശരിക്കും ഉണ്ടായിരുന്നു. അമ്മയ്ക്കും അച്ഛനും ഒക്കെ നല്ല ഇൻട്രസ്റ്റാണ്. പക്ഷെ ഇപ്പോൾ മോള് വന്നതിന് ശേഷം തീരെ സമയമില്ല. അപ്പോൾ വൈകിട്ടൊരു ചായ കുടിക്കാനുള്ള പരിപാടിയാണ്. എനിക്കങ്ങനെ ചായ ഡെയിലി വേണം എന്നൊന്നും ഒരു നിർബന്ധമൊന്നുമില്ല. പക്ഷേ കുടിക്കുമ്പോൾ ഇങ്ങനെ മസാല ടീ ആണ് ഇഷ്ടം, നോർമൽ ടീ എനിക്കിഷ്ടമല്ല. പിന്നെ കോഫി ആണെങ്കിൽ ഇഷ്ടമാണ്, കുടിക്കും. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഡെയിലി ഒന്നും കുടിക്കാറില്ല കേട്ടോ. അങ്ങനെ ചിലർക്ക് ഉണ്ടല്ലോ ഡെയിലി ചായ വേണം എന്നൊക്കെ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എനിക്ക് ചായക്ക് മധുരം കുറവാണ് ഇഷ്ടം, കോഫിക്ക് മധുരം കൂടുതലാണ് ഇഷ്ടം. എന്നെപ്പോലെയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ പറയൂ കേട്ടോ. അന്നത്തെ സ്പെഷ്യൽ ഉള്ളിവടയായിരുന്നു. അമ്മമ്മ ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സൊക്കെ ഉണ്ടാക്കും. പിന്നെ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിന് നമുക്ക് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ ചെയ്യാനായിട്ട് ധാരാളം സമയം കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ചെയ്ത് നോക്കാം. എനിക്ക് പൊതുവേ ഈ DIYs ചെയ്യാനായിട്ട് കുറച്ച് മടിയാണ്. പക്ഷേ ഇത് 2 ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ളത് കോഫി പൗഡറും തേനുമാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതാണ് കേട്ടോ. വീക്ക്ലി വൺസ് ഒക്കെ ചെയ്യാം. നല്ലൊരു എക്സ്പോലിയേറ്ററാണ്. നമുക്ക് ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ചെയ്യാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഒരുപാട് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർക്ക് ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം. സ്ഥിരമായിട്ട് മീൻസ് വീക്ക്ലി വൺസ് അല്ലെങ്കിൽ മാക്സിമം 2 പ്രാവശ്യം വെച്ചിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് വരികയാണെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. മാത്രമല്ല സ്കിന്നൊന്ന് ബ്രൈറ്റൻ ചെയ്യിക്കും, നല്ലൊരു ഫ്രഷ് ഫീൽ കിട്ടും, നല്ല സോഫ്റ്റ് ആക്കും നമ്മുടെ ഫേസ് സ്കിന്നിനെ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആ ഒരു ടീസോൺ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം.
അപ്പോൾ ഇതിപ്പോൾ ഈവനിങ് അവിക്കുട്ടിയുടെ പ്ലേ ടൈമാണ്. ഒരു ചെറിയൊരു ക്ലിപ്പേ എടുത്തിട്ടുള്ളൂ, ഒരുപാട് എടുക്കാനായിട്ട് അവൾ സമ്മതിക്കില്ല, എപ്പോഴും ഒരാൾ കൂടെ തന്നെ വേണം. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയ വീഡിയോ ആയിരുന്നു, നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയുക, ഇങ്ങനത്തെ വ്ളോഗ്സ് വേണം എന്നുണ്ടെങ്കിൽ അതും പറയണം കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത ഒരു നല്ല വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുക. താങ്ക് യു.